ഹാർട്ടി വെൽക്കം. ഹാർട്ടി വെൽക്കം. ഈ ഇത്രയും ബഹുമാനം വേണ്ട പ്ലീസ്. ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോ കണ്ടു തുടങ്ങിയതാ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് അല്ല ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കണ്ടിട്ടുണ്ടല്ലേ? സംശയം. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അതെ ഒരു കാര്യം പറയാം. എനിക്ക് 28 നിന്നാണ്, പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. ആയിക്കോട്ടെ, ഞങ്ങൾ 25 കണ്ടേ. അന്നല്ലേ അമ്മയാണ് കറക്റ്റ്. അത്രയും പോലും ഉണ്ടാവില്ലല്ലോ. അത്രയും പോലും ഉണ്ടാവില്ല. സത്യം. എന്താ വിശേഷം? നല്ല വിശേഷം ചേച്ചി. ആക്ച്വലി നിങ്ങളെ രണ്ടുപേരും കാണുമ്പോ ഉണ്ടല്ലോ കുടിക്കാമല്ലോ അല്ലേ? ചേച്ചി ചെയ്താണോ? അല്ല, ഇത് ഞാൻ ചെയ്തല്ല. ഞാൻ ചെയ്ത സ്പെഷ്യൽ ഉണ്ട്, അതടിക്കട്ടെ. ഇത് നമുക്ക് ഗസ്റ്റ് വരുമ്പോ കുടിക്കാൻ കൊടുക്കണ്ടേ, അതേ ഉള്ളൂ. അപ്പൊ ശരിക്കും നിങ്ങളെ രണ്ടുപേരും കാണുന്നുണ്ടല്ലോ, ഒരാളിനകത്ത് മിസ്സിംഗ് ആണ്. ഒറ്റയ്ക്കുള്ളൊരു എപ്പിസോഡ് തന്നു ഞങ്ങളെ വൈറലാക്കിയല്ലോ. കറക്റ്റ്. ശരിക്കും അതൊരു ഐശ്വര്യം ഉണ്ട് കേട്ടോ. ധ്യാൻ വന്നിരുന്നിട്ട് ഇങ്ങനെ ഉള്ള സത്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കിടക്കിടക്കടാ പറഞ്ഞു പോകുമ്പോ നാട്ടുകാർക്ക് ഒരു അതിശയാണ്, ഇങ്ങനെയും ഉണ്ടോ. അതാ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഏതോ പാർട്ടിക്കാരൊക്കെ വന്നു, പിന്നെ ഈ സത്യം വിളിച്ചു പറയുന്നുണ്ട്, അവര് തന്നെ വിട്ടിട്ട് പോയി. എല്ലാ സത്യമൊക്കെ വിളിച്ചു പറഞ്ഞു. പക്ഷെ ധ്യാനെ അതുകൊണ്ടാട്ടോ എല്ലാവർക്കും ഇഷ്ടം. ഇപ്പം ഈ പറഞ്ഞ പോലെ അല്ലേ, അജു സൂപ്പർ ഹിറ്റ്സിന്റെ ഒരു ഭാഗമായി മാറുവാണ്. അതിന്റെ അപ്പുറത്ത് പൊട്ടിപ്പോയ പടങ്ങളുടെ ലിസ്റ്റ് ആരും ഓർക്കാത്തത് കൊണ്ട്, അതുകൊണ്ടാണ്. പക്ഷെ പ്രസന്റ് ഞാൻ പറയുന്നത് ആട് 3 വാഴ 2 ഒന്നും ഞാൻ ഉണ്ടെന്ന് പറയുന്നത് കഷ്ടം. ഇത്രയേ ഉള്ളൂ ഈ പൊടിയുടെ അത്രയും. പക്ഷേ ആ സിനിമകൾ ഓടുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. ഇതിലൊരു സത്യമുണ്ട്, കാരണം ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത പടങ്ങളുണ്ട്. ഇപ്പൊ ലവാഷൻ ഡ്രാമയാണല്ലോ ഞങ്ങൾ ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഹൃദയം നന്നായിട്ട് പോയി, വർഷങ്ങൾക്ക് ശേഷം ചെയ്ത. ഇതിലെല്ലാം ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പടം ചെയ്തതിൽ സാന്നിധ്യം ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചു ഇനി തൊട്ട് ചുമ്മാ പാസിംഗിനെങ്കിലും ഇവരെ ഒന്ന് വിളിച്ചു വിട്ടിട്ട് പോകണം. അത് ശരിക്കും ഒരു ബ്ലെസ്സിംഗ് ആയിട്ടായിരിക്കും, ഒരു ലക്കാണ്. ഞാൻ ചിന്തിക്കാറില്ല. കാര്യം അപ്പുറത്ത് മറ്റേത് ചേച്ചി കാണുന്നതേ കാണുന്നുള്ളൂ, ഞാൻ രണ്ടും കാണുന്നുണ്ടല്ലോ. പക്ഷെ എന്നാലും അല്ലെ അജുനെ ഇപ്പൊ അത് കാണുമ്പോ ഭയങ്കര സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സൗഹൃദം അല്ലെ, നമുക്ക് എപ്പോഴും പഴയ കാലം നോക്കുമ്പോഴത്തേക്ക് പ്രിയൻ സാറ്, മോഹൻലാൽ സാറ്, അവരെല്ലാരും കൂടെ ചേരുന്ന ഒരു കൂട്ടായ്മയുണ്ട്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഞാൻ കാണുന്നത്. ആ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്? വിനീത് ഞാനും കോളേജിൽ പഠിച്ചതിന്റെ ഓൾറെഡി സിനിമ. നിവിന് ഞാൻ സ്കൂളിൽ പഠിച്ചതാണ് 5 to 10. അപ്പൊ അങ്ങനെ മലർവാടിയിൽ വീണ്ടും റീകണക്ട് ആയി കഴിഞ്ഞ് വിനീതിന്റെ അനിയനെ ഞാൻ പിന്നെ പരിചയപ്പെടുന്നത്, ഒന്ന് ഇടപെടുന്നത്. അപ്പൊ വിനീതിനേക്കാളും അടുപ്പവനായിട്ടായി. ഈ സ്വഭാവം ഒരുപോലെ ആയതുകൊണ്ടായിരിക്കും. വിനീത് ഭയങ്കര നല്ലവനാ, ഞങ്ങൾ അത്ര നല്ലവരല്ല. ഇളയതുമായിട്ടാണ് ചേരുന്നത്. അതെ. ഇപ്പൊ എന്റെ മൂത്ത ബാച്ച് കുട്ടികളിലൂടെ ഇളയ ബാച്ചിലെ ഒരുത്തൻ മൂത്ത ആളുടെ ഫ്രണ്ടിന്റെ ഫ്രണ്ട് ആവുന്നുണ്ട്. അപ്പൊ എനിക്കത് മനസ്സിലായി. അപ്പൊ അങ്ങനെ ധ്യാൻ പരിചയപ്പെടുത്തിയാണ് വിശാഖനെ. ഞാനും ഒരേ സമയത്താണ് അവിടെ പഠിച്ചത്, ട്രിവാൻഡ്രത്ത്. വിനീതും അജുവും ഒരു ബാച്ച്മേറ്റ്സ്. ഞങ്ങൾ ഒരേ ബാച്ച്. ഞാൻ ധ്യാൻ മോഹൻദാസി പഠിച്ചു, ഞാൻ മാർബിസിൽ പഠിച്ചു. കോമൺ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ കഥകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഒരുപാട് കഥകളുണ്ട്. Ali's Kitchen. Let's cook with love.